നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു. ഒരു 4:15 ഭയങ്കരമായിട്ടൊരു സൗണ്ട് കേട്ടു. അപ്പം ഞാൻ ഓർത്ത് ഈ ഷീറ്റ് ഏതാണ്ട് കാറ്റും കൊണ്ട് പോയതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ടോർച്ച് അടിച്ച് നോക്കി, എൻ്റെ ഷെഡ് നോക്കി. അപ്പോൾ അതിന് കുഴപ്പമില്ല. ഈ വണ്ടി ഷെഡ് നോക്കിയപ്പോൾ വണ്ടി ഷെഡിൻ്റെ അകത്ത് വണ്ടി കാണുന്നില്ല. താഴോട്ട് അടിച്ച് നോക്കാൻ വണ്ടി താഴെ തോട്ടി കിടക്കുന്നു. അങ്ങനെയാണ് ഞാൻ വിളിച്ചു കൂവി, എടാ വണ്ടി പോയെന്നും പറഞ്ഞ് വിളിച്ചു കൂവി. അവനപ്പം ചാടി ഇറങ്ങി നോക്കിയപ്പോൾ ഈ മുറ്റം മുഴുവൻ വെള്ളവും കല്ലും ചള്ളയും എല്ലാം കൂടെ. അപ്പോഴത്തേക്ക് ഞാനോട്ട് ഇറങ്ങി വന്നു. കാലും വയ്യ എനിക്ക്, എന്നാലും ഞാൻ ഇറങ്ങി വന്ന് ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഞങ്ങൾ ഇരുൾ പൊട്ടിയതാണ് നമുക്ക് മനസ്സിലാവും. വലിയ കല്ലവും മരവും ഇതിലെ മുഴുവൻ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുക. അതിലെ എല്ലാം ഒലിച്ചതുകൊണ്ട് ആ തെങ്ങൊക്കെ ചരിഞ്ഞു. ആ തെങ്ങുമെല്ലാം ചരിഞ്ഞു. അതുപോലെ ഒരു ജീപ്പ് ഒലിച്ചു പോയത് സാറ് കണ്ടേയില്ലയോ? ഒരു ബൈക്കാണെങ്കിൽ താഴെ വലിയ തോട്ടിൽ പോയിട്ട് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരെയാണ് പോയി അതൊരു സൈഡിൽ പോയി തങ്ങിയിരിപ്പുണ്ട്. വീടിൻ്റെ ആ സൈഡ് മൊത്തം ചള്ളയും കാര്യങ്ങളും എല്ലാം കെട്ടി നിൽക്കുക. പിന്നെ പട്ടിക്കൂടെ ഒലിച്ചു പോയി. എൻ്റെ വീടിൻ്റെ ആ ബാക്ക് വശത്തോട്ട് വെള്ളം തട്ടിയിട്ട് എൻ്റെ അടുക്കള മൊത്തം വെള്ളം കയറി. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും നമുക്കറിയത്തില്ല. അതിനുവേണ്ടി തടിയാ വന്ന് കിടക്കുന്നത്. ഫയർഫോഴ്സിനെ വിളിച്ചു, അവർ വരാൻ പേടിച്ച് പെട്ടെന്ന് ഇറങ്ങി ചാടി. അവിടുന്ന് ഇവരെ എല്ലാം കൂടെ ഞങ്ങൾ ആ വീട്ടിലോട്ട്, എൻ്റെ വീട്ടിലോട്ട് ഞാൻ ഓടിക്കൊണ്ടുപോയി. അടുത്തടുത്തല്ലേ ഈ വീട്. പെട്ടെന്ന് ഞങ്ങൾ ഈ വീടും തകർന്നെന്ന് നോക്കും. അതുപോലാണ് ഈ തടികൾ വന്ന് വീഴുന്നത്. ഭയങ്കര ശബ്ദമായിരുന്നു. ഭയങ്കര സൗണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുക. ഇത് ഏത് ഭാഗത്തുനിന്നാണ്? മേളിൽ നിന്നാണോ? മേളിൽ നെല്ലിക്കാപ്പാറ മോഹനവിലാസം മോഹന കൊച്ചാട്ടിൻ്റെ വീടിൻ്റെ അവിടെ മേളിലും കണ്ടാ പൊട്ടിയതാണ്. അവിടെ നിന്നാണ് ഈ തെങ്ങും ഈ മരങ്ങളും എല്ലാം കൂടെ ഒലിച്ച് നമ്മുടെ ഈ ചെറിയ തോട്ടി വന്ന് ചാടിയിട്ടാണ്. ഈ തോട് നമ്മളോടൊപ്പം ചേർന്ന് പോകുന്നത്. ഒരു കുഞ്ഞു തോടാണ്. അതിപ്പം തോടിപ്പം നമ്മുടെ മിറ്റമായി. വിളിച്ചു പോയാൽ പോലും ഒരു മനുഷ്യൻ വെള്ളത്തിനിടയ്ക്ക് ആര് വരാനാ? നേരെ വിളിച്ചല്ലേ ആൾക്കാർ വരുന്നു. സാധാ ഇടി പോലുള്ള ഇതായിരുന്നില്ലേ? ഈടിയായാലൊക്കെ തീർപ്പം ഇവിടെ തന്നെ പൊട്ടിയാണ്. കാറ്റിലും കണ്ടാ പൊട്ടിയ അവിടെ നിന്നിട്ട് വന്നതാ. വലിയ മരങ്ങളായിരുന്നു അതില്ലേ? 5-6 കൂടി തെങ്ങ് തന്നെ ഉണ്ടായിരുന്നു മേലെ. അപ്പൊ റബ്ബറുകളെല്ലാം പോയില്ലയോ? എന്നതിനും ആന 50 തലയുള്ളായിരുന്നു. അതിന് ഇത്രയും പോയി. ഇതിന് മേലിൽ ഈ കാണുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം പോയി. ആളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആരുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രം. ഇനി വയ്യാത്ത ഒരു മനുഷ്യനെ കൊണ്ടെങ്കിൽ എത്ര ജീവൻ തിരിച്ചു കിട്ടി ഇല്ലേ? ജീവൻ കിട്ടിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? പോകാനുള്ളതെല്ലാം പോയില്ലയോ? നമ്മുടെ നെല്ലിക്കപ്പാറ മോഹനവിലാസം മോഹൻ എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ വീടിന്റെ സൈഡിൽ നിന്നുള്ളൊരു മല ഫുള്ളായിട്ട് ഇടിഞ്ഞു പോയതായിരുന്നു. അവരുടെ 2 വീടിന്റെ ഇടഭാഗത്തൂടി വന്നതുകൊണ്ട് ആളപായം ഉണ്ടായില്ലെങ്കിലും അവരുടെ വീടിന്റെ ഒരു സൈഡ് ഫുള്ള് പോവുകയും അവരുടെ ആട്, കോഴി തുടങ്ങി എല്ലാത്തിനെയും അവർക്ക് നഷ്ടപ്പെട്ടു. ആളപായം ഉണ്ടാകാതിരുന്നത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ്. എന്തായാലും അതിനുശേഷം താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു കിണർ ഫുള്ളായിട്ട് മൂടപ്പെട്ടു പോയി. അവരുടെ മണ്ണും എല്ലാം കൂടെ വന്ന് കിണർ അറിയാനില്ലാത്ത രീതിയിൽ മൂടപ്പെട്ടു. അവരുടെ മോട്ടോർ സഹിതം ഒലിച്ചു പോയി. പിന്നെ നമ്മുടെ താഴോട്ട് നിന്നും ഇട്ടൂർ പറയുന്ന ഒരാളുടെ ജീപ്പ് ഒലിച്ചു പോയിട്ട് മണ്ണും ചള്ള എല്ലാം കൂടെ ആയിട്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ ഇവിടെ റേഞ്ച് ഇല്ലാത്ത ഒരു വലിയ പ്രശ്നമായിരുന്നു. ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാനൊക്കെ റേഞ്ച് ഇല്ലാത്ത ഒരു പ്രശ്നമായി. വില്ലേജ് ഓഫീസറൊക്കെ അടങ്ങുന്ന സംഘങ്ങൾ ഇങ്ങോട്ട് വരാൻ നിന്നിട്ട് കല്ലേലി ഭാഗത്തൊക്കെ വെള്ളം കയറിയതുകൊണ്ട് തീർത്തും വെക്കാത്തോട് ഒറ്റപ്പെട്ടൊരു സാഹചര്യത്തിലേക്കാണ് പോയിക്കോട്ടെ. ബൈക്കൊക്കെ ഒലിച്ചു പോയില്ലേ? അതെ, ഈ വലിയ മരങ്ങളൊക്കെയാണ് ഒലിച്ചു വന്നത്. റോഡ് ഫുള്ള് തടസ്സപ്പെട്ട് കിടക്കുവായിരുന്നു. കഷ്ടിച്ചാണ് രക്ഷപ്പെടുമായിരുന്നു ആളുകളെ മാറ്റി പാർപ്പിക്കാൻ നമ്മൾ സ്കൂളിൽ ക്യാമ്പിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളോട് മാറാൻ പറഞ്ഞിട്ടുണ്ട്.